വേനൽ ശക്തമായതോടെ വയനാട്ടിലെ പ്രധാന ജലസംഭരണിയായ ബാണാസുര സാഗറിൽ ജലനിരപ്പ് കുത്തനെ താണു. അണക്കെട്ടിൽ 760.4 ലിറ്റർ ജലമാണ് നിലവിലുള്ളത്. അണക്കെട്ടിലെ ജലം ക്രമാതീതമായി കുറയുന്നത് കുറ്റ്യാടി പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതോൽപാദനത്തെ അടക്കം പ്രതികൂലമായി ബാധിക്കും. ഡാമിനു താഴെയുള്ള ഭാഗങ്ങളിൽ വരൾച്ച രൂക്ഷമായതോടെ ഡാമിലെ ജലം ഉപയോഗിച്ചുള്ള കുടിവെള്ള പദ്ധതികൾക്കായുള്ള ആവശ്യവും ശക്തമാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ കരുതൽ ജലസംഭരണിയാണ് ബാണാസുര സാഗർ റിസർവോയർ. കക്കയം ഡാമിൽ ജലനിരപ്പ് താഴുമ്പോൾ ഇവിടെ നിന്നുള്ള ജലമാണ് വൈദ്യുതോൽപാദനത്തിനായി ഉപയോഗിക്കുന്നത്. നിലവിൽ 760.4 മീറ്റർ നിരപ്പിലാണ് സംഭരണിയിൽ വൈദ്യുതോൽപാദനത്തിനായി ജലം അവശേഷിക്കുന്നത്. വയനാട് ജില്ലയിലെ വേനൽ മഴയിലുണ്ടായ ഗണ്യമായ കുറവാണ് ബാണാസുര സാഗർ ജലസംഭരണിയിൽ ഇത്തവണ വെള്ളം കുറയാൻ കാരണം. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പ്രതീക്ഷിച്ചതിലും താഴെ ജലനിരപ്പാണ് ഇത്തവണ സംഭരണിയിൽ രേഖപ്പെടുത്തിയത്. ഡാമിന് താഴെയുള്ള പ്രദേശങ്ങളിൽ വരൾച്ച രൂക്ഷമായതോടെ ഷട്ടർ തുറന്ന് കൂടുതൽ വെള്ളമൊഴുക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ഇപ്പം കക്കയത്തേക്ക് തുറന്നു വിടുന്നത് കുറച്ച് അളവ് കുറയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുടിവെള്ളത്തിനുള്ളതെങ്കിലും നിന്ന് കിട്ടും. അതിപ്പോൾ അങ്ങോട്ടേക്ക് കണ്ടമാനം തുറന്നു വിടുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് പറ്റുന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ അധികൃതർ വരുത്തുന്ന വീഴ്ചയാണ് വരൾച്ച ഇത്ര രൂക്ഷമാക്കിയത്. നിലവിലിപ്പോൾ 5 പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു 5 വർഷമെങ്കിലും ആയിട്ടേ തീരുള്ളൂ. കാരണം ഇത് വെള്ളം താന്ന് കിട്ടുമ്പോഴേ അവർക്ക് കിണർ കുഴിക്കാൻ കഴിയുള്ളൂ. അതും അധികൃതരുടെ ഭാഗത്തുനിന്ന് ചെറിയ അനാവസ്ഥയുണ്ട്. കാരണം അത് നേരത്തെ തന്നെ കിണർ ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോഴത്തേനും ഇത് കുഴിച്ചു കഴിയുമായിരുന്നു. 7.5 TMC സംഭരണശേഷിയുള്ള ഡാമിൽ നിന്ന് 1.7 TMC വെള്ളം ജലസേചനത്തിന് നൽകണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ജലസേചന വകുപ്പിന്റെ കനാലുകളുടെ നിർമ്മാണം പാതി വഴിയിൽ തന്നെ തുടരുന്നതിനാൽ നിലവിൽ അണക്കെട്ടിലെ ജലം മുഴുവൻ വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബാണാസുര സാഗർ ഡാമിലെ ജലനിരപ്പ് ആശങ്കാജനകമായി താഴുകയാണ്. നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ കക്കയം ഡാമിലെ വൈദ്യുതോൽപാദനത്തെ പോലും ഇത് സാരമായി ബാധിക്കും. വയനാട് നിന്നും ക്യാമറമാൻ മനു റോയ്ക്കൊപ്പം അനീഷ് ശിവദാസ്, റിപ്പോർട്ടർ.